ഹായ്, ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നമ്മളെല്ലാരും കൂടി ഒരു സ്ഥലത്ത് വന്നല്ലേ ജാനു? എവിടെ പോന്ന്? നീന്തം പഠിക്കാൻ നമ്മള് കുളത്തിൽ പോന്നല്ലേ? ഏത് കുളത്തില്? വാളത്തമ്പലത്തിലെ കുളത്തില്. വെള്ളം ഉണ്ടാവും വെച്ചു? ഉണ്ടാവോ? ഇല്ലെങ്കിൽ ചീറ്റി പോവും കേട്ടാ. അതുകൊണ്ട് ഉണ്ടാവല്ലേ? ഒരു 3 മഴ പെയ്തിട്ടില്ല, അപ്പൊ വെള്ളം ഉണ്ടോന്ന് ഉറപ്പൊന്നുമില്ല. ഏതായാലും ഒന്ന് പോയി നോക്കാം അല്ലേ ജാനു? എന്നാ പിന്നെ വിടാ. ഓക്കെ. അപ്പൊ നമ്മളിതാ വണ്ടി വിട്ടല്ലേ. ഇന്ന് നമ്മളെ കൂടെ മമ്മി ഇല്ലല്ലോ ജാനു? മമ്മി ഇല്ലാണ്ട് പോയി ശരിയാവുക? വേണ്ട, മമ്മിയൊന്നും വേണ്ട. മമ്മി വെറും ശല്യ. അത് വേണ്ട ഇത് വേണ്ട മറ്റേതുകൊണ്ടെല്ലാം പറയും അല്ലേ അച്ചു? മമ്മീന്റെ മക്കളാന്നെല്ലാരും. ആ ഇടക്ക് ഭീകരോ. ഇപ്പൊ നമുക്ക് സമാധാനത്തിൽ പോയിട്ട് സമാധാനമായിട്ട് വരാം. രാത്രി നൽകുക. എന്തിനാന്ന് വരാൻ നൽകുന്നത്? കളിക്കുന്നുണ്ടാ? കുടുത്തൊക്കെ കളിക്കണ്ട നമ്മള്? ഇല്ല, നമ്മളുണ്ടല്ല ഉച്ചയാക്കിട്ട് ഇങ്ങനെ തൊട്ടൊക്കെ കളിക്കും. ഓ അതുകൊണ്ടാ? അതുകൊണ്ട് മമ്മിക്ക് ദേഷ്യം വരും അല്ലേ? അപ്പൊ ഇന്ന് മമ്മീന്റെ ശല്യം നമുക്കില്ല. നമുക്ക് സമാധാനമായിട്ട് പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വരല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് ശ്രുതി നമ്മളെപ്പോഴും ഇല്ല കേട്ടാ. കാരണം എന്താണെന്നറിയാവുക, ഞാനും ശ്രുതിയും 2 ദിവസമായിട്ട് പിണക്കത്തിലാണ് കേട്ടാ. മിണ്ടലല്ല, നല്ല ദേഷ്യമാണ്. അതുകൊണ്ട് ശ്രുതിനെ കൂട്ടാണ്ട് പോകേണ്ട പരിപാടിയാണ്. എന്നാലും ഓള് വരുമോ എന്നറിയാൻ വേണ്ടി ഇതാ നമ്മൾ മെല്ലെ സലൂണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച സലൂണ് ലീവില്ലല്ല, ശ്രുതി സലൂണിലുണ്ട്. അപ്പം മെല്ലെ പോയി നോക്കാം. മക്കളെ നമ്മളെല്ലാം ഇങ്ങനെ ഈ വൈബ് കാണുമ്പോൾ ചിലപ്പം വന്നാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പോയത്. നോക്കുമ്പം അവിടെയും ഭയങ്കര എയർ പിടുത്തം. ഞാൻ വിളിച്ചു വന്നാൽ പിന്നെ അവിടെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ഞാനിതാ മക്കളെയും കൊണ്ട് ഇറങ്ങി കേട്ടാ. അപ്പം നമ്മൾ നേരെ മയ്യിൽ വേളത്തമ്പലത്താന്ന് പോകണ്ടേ. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ ഒരു ഗുരുക്കളൊന്ന് കാണേണ്ട ആവശ്യമുണ്ട് നമുക്ക്. വേറെ ഒന്നുമില്ല, എൻ്റെ കാലിൻ്റെ മുട്ടിന് ചെറിയൊരു വേദന കുറച്ചായി. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണല്ലോ. ഞാൻ പറഞ്ഞ മക്കളെ നമുക്ക് ഗുരുക്കളെടുക്കെ പോയിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞേ. അങ്ങനെ നമ്മളിതാ പോകുന്നത്. ഇതാ പറശ്ശിനി കടവ് പാല നോക്കിയട്ടെ. മനോഹരമായ മരങ്ങളിലായിട്ട് നമ്മളെ പറശ്ശിനി കടവ് കേട്ടാ. നമ്മളിപ്പോൾ അരോളിയുള്ള മാവേലി സുധാകരൻ ഗുരുക്കളെടുക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കാന്ന് കേട്ടാ. പക്ഷേ ഇവിടെ വന്നൊരു ഗുണമുണ്ട്, പെട്ടെന്ന് കാണിച്ച് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഞാനുള്ളിൽ പോയി കാലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞേ. ഗുരുക്കൾ കാലിൻ്റെ മുട്ടി പിടിച്ചൊരു അമർത്തിൽ നല്ല വേദന എടുത്തേ. അപ്പോൾ ഗുരുക്കൾ പറഞ്ഞു ഇത് മജ്ജ കുറവാണ്. ഞാൻ പറഞ്ഞു മജ്ജ കൊണ്ടല്ല, നിങ്ങളെ കൈനെ കൊണ്ട് ഞെക്കിയിട്ട് വേനയേതാ പറഞ്ഞു. പിന്നെ ഗുരുക്കൾ പറഞ്ഞു അത് ഉള്ളിൽ അസ്ഥി ഉണ്ടാവും, നേരിയ അസ്ഥി ഉണ്ട്, അതെന്തെങ്കിലും തെറ്റിയതാന്ന് പറഞ്ഞ് ഒരു അരിഷ്ടവും കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അരിഷ്ടം എടുക്കേണ്ട സമയം നമ്മളിതാ വെറുതെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയാന്ന്. അപ്പോൾ ഇവിടെയുണ്ട് നല്ല ആൽമരം, ഒരു കാവലായിട്ട് നല്ല രസമുള്ള സ്ഥലം കേട്ടാ. മക്കളെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇതാ വള്ളിയെല്ലാം പിടിച്ച് കുറച്ച് സമയം ചെയ്യുന്നു കേട്ടാ. ചെറുപ്പത്തിൽ നമ്മളിതുപോലെ കാട്ടിലും വീട്ടിലും ഏടിലും പോയി എന്തെല്ലാം കളി കളിക്കുന്നത്. നമ്മളെ മക്കളൊന്നും ഏടിയും പോകുന്നില്ല. അതുകൊണ്ട് ഞാനെന്ത് ചെയ്ത് മക്കളോട് പറഞ്ഞു, മക്കളെ വള്ളിയമ്മ പിടിച്ച് കയറിക്കോ, നല്ലതാണ്. അങ്ങനെ മക്കൾ വള്ളീൻ്റെ മുകളിൽ പിടിച്ച് കയറി കേട്ടാ. നല്ലതാണ്, കൈക്കും കാലിനൊരു ബലം വരൂലേ. പിന്നെ ഇതെല്ലാം അത്യാവശ്യം പഠിക്കണം. വല്ല നായ കുറുക്കനെ കടിക്കാൻ വരുമ്പോൾ മരത്തമ്മ കയറാണെങ്കിൽ മിനിമം പഠിക്കണ്ടേ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇതാ പോകാൻ പോകുമ്പോൾ ഈ ഒരു പൂ ഞാൻ കണ്ടിട്ടാ. ഇത് നമ്മളെ ചെറുപ്പകാലത്തെ ഒരു നൊസ്റ്റാൾജിയ നോക്കിയട്ടെ. അതിൻ്റെ ഉള്ളിൽ ഒരു പശുവിൻ്റെ തലയുണ്ട് കേട്ടാ. ഇത് നമ്മൾ ചെറുപ്പത്തിലേ നോക്കുന്നൊരു സാധനമാണ്. അത് കിട്ടിയപ്പോൾ അത് മക്കൾക്കൊന്ന് കാണിച്ചു കൊടുത്ത് ആ കാവും പരിസരമെല്ലാം അങ്ങനെ ചുറ്റി കറങ്ങി സമയം ഏതാണ്ട് 12 മണിയായേ. അപ്പോൾ ഏതായാലും ഇപ്പോൾ കുളത്തിൽ പോകണ്ടെന്ന് പറഞ്ഞ് പിന്നെ പ്ലാനൊന്ന് മാറ്റി നമുക്ക് ഏതായാലും സൂപ്പർ മാർക്കറ്റിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പുതിയൊരു ഉള്ള ഷോപ്രിക്സിലേക്കാണ് നമ്മൾ വിടുന്നത് കേട്ടോ. സത്യം പറയില്ല, ഉച്ച സമയത്ത് നല്ല ചൂടുള്ളതുകൊണ്ട് വേറെ എവിടെയും കറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നേരെ ഇതുപോലുള്ള ഷോപ്രിക്സിലോ മാളിലോ കയറി കഴിഞ്ഞാൽ AC ഉള്ളത് എങ്ങനെ കറങ്ങാമല്ല. അപ്പോൾ മമ്മി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച അധികം പർച്ചേസ് ഒന്നും വേണ്ട വരില്ലാന്ന്. കാരണം ശ്രുതിയുള്ളപ്പോഴാണ് കൂടുതൽ പർച്ചേസ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ ബ്രഷ് കണ്ട, അടിപൊളി ബ്രഷാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളൊരു മോട്ടറാണ്, ഇങ്ങനെ കറങ്ങുക, പല്ലിന് വെച്ച് കൊടുത്താൽ മതി, ക്ലീൻ ആവും. ഇതാ ഒരുപാട് ബ്രഷ് ഞാനിങ്ങനെ എടുത്ത്, കാരണം ഇത് ബേമേ കംപ്ലൈൻ്റ് ആവുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഗുണമെന്ന് വെച്ചാൽ ഭയങ്കര ഗുണമാണ്. മക്കളെ പല്ലെല്ലാം ഉണ്ടല്ലോ മഞ്ഞ കളറായിരുന്നു മുന്നേ, ഇവർക്ക് തേക്കാൻ മടിയാണ്. ഇപ്പം നോക്കുമ്പോൾ നല്ല വെള്ള കളറായിട്ട് അടിപൊളി പല്ലായിട്ട്. അതുകൊണ്ട് ഈ സാധനം ഞാൻ കുറച്ചധികം വാങ്ങി. പിന്നെ അടുത്തത് ക്യാറ്റ് ഫുഡാണ്. മക്കളെ പ്രിയപ്പെട്ട പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് ക്യാറ്റ് ഫുഡ് കേട്ടാ. നമ്മളല്ലേ വളപ്പിൽ അലഞ്ഞു തിരുന്ന പൂച്ചകളാണ്, പക്ഷെ നമ്മളെ മിറ്റത്താണ് ഉണ്ടാവുക. അപ്പം അവർക്ക് തിന്നാൻ വേണ്ടി ഇതാ 3 പാക്ക് ക്യാറ്റ് ഫുഡും വാങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഉള്ളിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോണ്ടല്ല അതിൻ്റെ മണടിച്ചിട്ട് വാതുക്കളിങ്ങനെ വന്നേക്കും പൂച്ചകൾ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. ഞാൻ വിചാരിച്ച് നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ക്യാറ്റ് ഫുഡുകൾ വാങ്ങി കൊടുക്കാറുണ്ട്. നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതിൻ്റെ ഏരിയയിലാണ് ഉള്ളത്. അപ്പോൾ എനിക്കിവിടെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട്സ് ഉണ്ട്, വേറെ ഒന്നുമില്ല നോക്കിയാട്ടെ, മാംഗോസ്റ്റിൻ. ലോകത്തിൽ ഏറ്റവും രുചിയുള്ള ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പറയും മാംഗോസ്റ്റിനാണ് കേട്ടോ. കാരണം എനിക്കത് അത്ര ഇഷ്ടമാണ്. മാംഗോസ്റ്റിൻ കഴിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ സാധനം മുഴുവൻ വാങ്ങിയതാ ബില്ലടിക്കാൻ വേണ്ടി വന്നിട്ടുള്ള മക്കളിതാ ഫുൾ ഹാപ്പിയില്ലാന്ന്. അവർ വിചാരിച്ച സാധനം കംപ്ലീറ്റ് കിട്ടീനെ. പക്ഷേ എനിക്കത്ര ഹാപ്പി അല്ല. നോക്കിയാട്ടെ 18,000 രൂപ ഏതാണ്ട് ബില്ല് വന്നിട്ടുണ്ട്. ശ്രുതി ഇല്ലാത്തതുകൊണ്ട് മക്കൾ തോന്നിയത് കംപ്ലീറ്റ് എടുത്ത്. ശ്രുതി ഉണ്ടെങ്കിൽ ആവശ്യമുള്ളത് എടുപ്പിക്കൂടെ. എനിക്കിത് ആവശ്യമുള്ളതൊന്നും എല്ലാത്തെയൊന്നും എനിക്ക് വലിയ ധാരണയില്ല. എല്ലാം എടുത്തിട്ട് പിന്നെ ഞാനും കുറേ സാധനം വാങ്ങി കേട്ടാ. അപ്പം ഈ ബില്ലിൽ വലിയ അത്ഭുതമില്ല. അപ്പം നമ്മൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്.
സമയം ഇപ്പം 1:30. ഇനി അടുത്ത പരിപാടി എന്താണെന്നറിയില്ല, ഫുഡ് അടിക്കലിനാണ് അടുത്ത പരിപാടി കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. നമ്മൾ നേരെ കണ്ണൂർ റാന്തലിൽ എത്തിയിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് നല്ല പരിചയമുള്ളൊരു സ്ഥലമാണ്, പിന്നെ ടേസ്റ്റ് മോശമില്ല. അങ്ങനെ നമ്മൾ റാന്തലിൽ ഭക്ഷണം കഴിക്കേണ്ട പരിപാടിയാണ്. ഇവിടെ കയറുമ്പം തന്നെ ഈ വലത്ത് ഭാഗത്ത് കണ്ടില്ല, തോണിയിൽ നിറച്ചു ഇതാ മീനിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഫിഷ് കഴിക്കാമെന്ന് വെച്ചിട്ട് പോയേ, പക്ഷേ മോള് വിട്ടില്ല കേട്ടാ. ജാനുവിന് ഈ മീനെല്ലാം കാണുമ്പോൾ ഭയങ്കര സങ്കടം. പപ്പേ അതിനെ തിന്നണ്ട പപ്പേ, അതിനെ കാണുന്നില്ല ചത്ത് കിടക്കുന്നു പാവല്ലേന്നും പറഞ്ഞിട്ട് ഓൾ എന്നെ വാങ്ങാൻ വേണ്ടി വിട്ടിട്ടില്ലേ. ഇവളിത് കണ്ടാലും കുഴപ്പം, കണ്ടിട്ടില്ലെങ്കിൽ അറിയാണ്ടെങ്കിൽ തിന്നോളും. എന്നാലും ഒക്കെ ചിക്കനും മീനൊന്നും അത്ര വലിയ ഇഷ്ടമല്ല കേട്ടാ. നമ്മുടെ മക്കളല്ലേ, ഏതാണ്ട് നമ്മളെ പോലെ തന്നെ ഇച്ചിരി സെൻറ്റിമെൻറ്റ്സ് കൂടുതലാണ് കേട്ടാ. അത് നല്ലതുമാണ് ജീവിതത്തിൽ. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണം എത്തിയിട്ടുണ്ട്. ബിരിയാണി പറഞ്ഞ്, പിന്നെ കുറച്ച് പൊറോട്ടയും പറഞ്ഞ്, കുറച്ച് ചിക്കൻ്റെ സ്റ്റാർട്ടറും പറഞ്ഞേ. അപ്പോൾ സംഗതി മോശം നല്ല ടേസ്റ്റ്. എന്തായാലും ആദ്യമായിട്ടാണ് കേട്ടാ ശ്രുതിനെ കൂട്ടാണ്ട് നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ വരുന്നത്. ശ്രുതി ഇല്ലാത്ത കുറവ് എന്തായാലും ഉണ്ട് കേട്ടാ. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ച് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ശ്രുതിനെ കൂട്ടാണ്ട് പോയതുകൊണ്ട് ഞാൻ വിചാരിച്ചതിന് 2 ദിവസം കൂടി പണക്കം നീണ്ടു വെക്കുന്നത്. പക്ഷേങ്കിൽ കണക്കൂട്ടിൽ മൊത്തം തെറ്റി കേട്ടാ. ശ്രുതി ഇതാ ഏതാണ്ട് കോംപ്രമൈസ് ആയിരിക്കുന്നു. ശ്രുതിയല്ല കോംപ്രമൈസ് ആയത്, ഞാൻ തന്നെ പോയിട്ട് മെല്ലെ സോപ്പിട്ട് ചാക്കിട്ടിതാ ശ്രുതിനെയും കൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞായറാഴ്ച ഞാനും മക്കളും ഇറങ്ങി, ഇനി ശ്രുതിനെയും കൂട്ടി ഇറങ്ങട്ടെ. അപ്പോൾ നമ്മൾ രാവിലത്തെ പ്ലാന് വേറൊന്നുമില്ല, അമ്പലക്കുളത്ത് പോയിട്ട് കുളിക്കേണ്ട കാര്യമാണ് അടുത്ത പരിപാടി. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇതാ ഹാപ്പി ആയിട്ട് ഇതാ അമ്പലക്കുളത്തിലേക്ക് പോകുന്നേ. ഞാൻ പറഞ്ഞില്ലേ, നിസ്സാര പ്രശ്നത്തിനാണ് ഇതിങ്ങനെ മിണ്ടാണ്ടിരിക്കുക. എന്തിനാ വെറുതെ 2 ദിവസം കളഞ്ഞ്. ഇപ്പം നോക്കിയട്ടെ, നല്ല ഹാപ്പി. അമ്പലക്കുളത്തിലെത്തിയ നമ്മളുണ്ടല്ലോ ആകെ ചമ്മിപ്പോയി. നോക്കിയട്ടെ, കുളത്തിൽ വെള്ളമില്ല, ആകെ കാലുകണ്ട വെള്ളമേ ഉള്ളേ. അപ്പം നമ്മളെ പ്ലാന് മൊത്തം പൊളിഞ്ഞിനെ. ഈ ചൂട്ടിന് വെള്ളത്തിൽ മുങ്ങി കുളിക്കാന്ന് വെച്ചിട്ടാണ് വന്നത്. ഇതാ മക്കൾ നോക്കിയ ഡ്രസ്സും ബാഗും എല്ലാം എടുത്തിട്ടാണ് വന്നിന് കേട്ടാ. ആകെ ചമ്മിപ്പോയേ. പിന്നെ ഏതായാലും ഇവിടം വരെ വന്നില്ല. ഞാൻ പറഞ്ഞ ശ്രുതി, ഇവിടെ നല്ല സൈറ്റ് ഉണ്ട് നോക്കിയേട്ടെ, വീഡിയോക്കും ഷൂട്ടെല്ലാം പറ്റി നല്ല സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഫോട്ടോ എടുത്ത് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ നേരം കൂട്ടിയ. ഈ അമ്പലത്തിൻ്റെ സൈഡ് മൊത്തം വയലാണ്. ശരിക്കും മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റൈലാണ്, നല്ല പച്ചപ്പിൽ നല്ല വീഡിയോസ് കിട്ടലുണ്ട്. എന്തായാലും ഇപ്പോൾ മോശമൊന്നുമല്ല നോക്കിയിട്ട്, വയലിൽ നെല്ലൊന്നും ഇല്ലെങ്കിലും കാണാൻ വേണ്ടി നല്ല സ്റ്റൈലുണ്ടല്ലോ. അപ്പോൾ ഇതാ മക്കളെ ഫോട്ടോ എടുത്ത്, പപ്പയും മക്കളെയും മാത്രം ഫോട്ടോ എടുത്ത്, പപ്പേൻ്റെയും മമ്മീൻ്റെയും ഫോട്ടോ എടുത്ത്, അങ്ങനെ ഒന്നും പറയണ്ട. കുറേ സമയം വീഡിയോ ഷൂട്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്ന ഒരാൾ അവിടെ വന്നിരുന്നേ. ഒരു വണ്ടി നിർത്തി നമ്മുടെ ലോകം വന്നിതാ പോന്ന പോക്കാന്ന് കേട്ടാ. ആളെ പേര് ഞാൻ ചോദിച്ചിന് മറന്നുപോയി കേട്ടാ. ഒരു ദിവസം ഇതുപോലെ ഒരുപാട് ആൾക്കാരെ കാണുക. അപ്പോൾ എല്ലാവരും പേരും ഓർമ്മിച്ചേക്കാൻ വേണ്ടി സത്യം പറയല്ല കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിലെനിക്ക് കുറച്ച് സങ്കടമുണ്ട് കേട്ടാ. കുളിക്കാൻ വന്ന് നമ്മൾ പിന്നെ ഉണ്ടല്ലോ നോക്കിട്ടെ, ചളിവെള്ളത്ത് കളിയായി കേട്ടാ. വേറൊന്നുമില്ല, ഇവിടെ കുറച്ച് വെള്ളം കിട്ടിക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് കല്ലെറിഞ്ഞ് വെള്ളം തെറിപ്പിക്കലായി പിന്നെ പരിപാടി, പിന്നെ മക്കളെപ്പുറം കുറച്ച് അടിപിടി പരിപാടിയായി. അങ്ങനെ കുളിക്കാൻ വന്ന നമ്മളിതാ ഇങ്ങനെയായി കേട്ടാ. എന്തായാലും നമ്മളുണ്ടല്ലോ ഏടി എത്തിയാലുണ്ടല്ലോ മക്കൾ കൂടി ഉണ്ടെങ്കിൽ ഒരു ബോറടി ഉണ്ടാവില്ല. അവരെപ്പുറം കളിച്ച് ചിരിച്ച് അങ്ങനെ നേരം കൂട്ടാൻ വേണ്ടി ഉണ്ടല്ലോ, അത് വേറെ തന്നെ ഒരു രസമാണ്. നമ്മൾ ദൂര സ്ഥലത്തെല്ലാം ടൂർ പോകുമ്പോൾ ഇങ്ങനെ അതിട്ടാ വണ്ടിൻ്റെ ഉള്ളത് നമ്മളെ ശരിയായ ആഘോഷം. മക്കളെപ്പുറം ഒച്ചപ്പാടും ചിരിയും കളിയും പാട്ടും ആയിട്ട് അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തെത്തുന്നത് നമ്മളറിയില്ല കേട്ടാ. എന്തായാലും കുളത്തിൽ വെള്ളമില്ലെങ്കിൽ ഉണ്ടല്ലോ ഇന്നത്തെ പരിപാടിക്ക് ബോറടി ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നും നമ്മൾ അടിച്ച് പൊളിച്ച്